بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ليس بأمانيكم ولا أماني أهل الكتاب. من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. دين النبي محمد آثار نعم المطية للفتى الأخبار. لا تغفلن عن الحديث وأهله فالرأي ليل والحديث نهار. ولربما جهل الفتى طرق الهدى والشمس طالعة لها أنوار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുവാനും ഒന്നിച്ചിരുന്ന് ഇസ്ലാമികമായ ഏതാനും കാര്യങ്ങൾ സംസാരിക്കുവാനും റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും അവന്റെ മഹാന്മാർ ഒരുമിച്ച് കൂടുന്നിടത്ത്
സ്വർഗലോകത്ത് സന്തോഷത്തോടെ ഒന്നിച്ചു ചേരാൻ നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാം സത്യവിശ്വാസികൾ. സ്വർഗം വളരെയേറെ മോഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. നരകത്തെ ഭീതിയോടെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് രക്ഷ ലഭിക്കണേ എന്ന് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇസ്ലാമിൽ കേവല പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല. എന്ത് പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിക്കുന്ന കാര്യം സഫലമായി കിട്ടുവാൻ ആവശ്യമായത് ചെയ്യേണ്ടതുണ്ട്. സത്യവിശ്വാസിയായി ജീവിച്ചു മരിക്കണം, മുഅ്മിനീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം, നിഷേധികൾക്കൊരുക്കി വച്ചിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടണം, സർവോപരി അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവന്റെ തിരുമുഖം സന്തോഷത്തോടെ കാണാൻ നമുക്ക് സാധ്യമാവണം. ഇതാണല്ലോ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. എങ്കിൽ ആ പ്രാർത്ഥന സഫലീകരിച്ച് കിട്ടണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? നാം ഏവരും ഏതൊരു കാര്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, ഭൗതികമായൊരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കേവലം പ്രാർത്ഥന കൊണ്ട് നമ്മൾ മതിയാക്കാറില്ല. അല്ലാഹുവേ റിസ്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് റൂമിൽ ചടഞ്ഞുകൂടിയിരിക്കാറ് നമുക്കാർക്കും പതിവില്ല. റിസ്ക് തേടുന്നതിനോടൊപ്പം ആ റിസ്ക് നമുക്ക് ലഭ്യമാവാൻ ആവശ്യമായ ഡ്യൂട്ടികൾ എന്തൊക്കെ ചെയ്യണോ, അതേത് കാലാവസ്ഥയാണെങ്കിലും അത് അവഗണിച്ചുകൊണ്ട്, വേണമെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ടൈമിനപ്പുറം ഓവർ ടൈം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടും ആ പ്രാർത്ഥന സഫലീകൃതമായി തീരാനുള്ള കാര്യത്തിനു വേണ്ടി നമ്മൾ നെട്ടോട്ടമോടാറുണ്ട്. അതല്ലാതെ റിസ്ക് തരണേ അല്ലാ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചല്ലോ എന്നും പറഞ്ഞ് ഒരു ഭാഗത്ത് ഇരിക്കുന്ന പതിവ് നമുക്കാർക്കുമില്ല. അല്ലാഹുവേ ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രോഗം വന്നാൽ ആഫിയത്ത് തരണേ അല്ലാ എന്നും പറഞ്ഞൊരു ഭാഗത്ത് ഇരിക്കാറല്ല. രോഗമുണ്ടെന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞാൽ അയാൾ പറയുന്നത് എന്തും നമ്മൾ അനുസരിക്കും. അയാൾ നമ്മോട് പറയാണ് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, ശരി. കുറച്ചു നേരം നടക്കണം, ശരി. നടന്നാലും പോരാ, കുറച്ച് ഓടണം, ഓടാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുന്നോട്ടും പിന്നോട്ടൊക്കെ ഒന്ന് വളയണം, ചെരിയണം, ചായണം. എന്തു പറഞ്ഞാലും കേട്ടോളാം. എന്താ പ്രശ്നം? ആരോഗ്യം വേണം. ഇന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, വേണ്ട. ഇത്ര കാലമൊക്കെ കഴിച്ചില്ലേ, മതി. വല്ലാത്ത ക്ഷമയാണ് നമുക്ക്, വേണ്ട. അതുപോലെ ഇന്ന ഭക്ഷണങ്ങളിലൊക്കെ ഒരു കൺട്രോൾ വേണം, തീരെ കഴിക്കണ്ടെന്നല്ല, ഒരു കൺട്രോൾ വേണം. ഓക്കെ, റെഡിയാ. എന്താ കാരണം? അള്ളാഹിനോട് നമ്മൾ ആഫിയത്ത് തരണേ അല്ലാ. നമ്മളെ 2 സുജൂദിന്റെ ഇടയിൽ ചോദിക്കണ ചോദ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. അവസാനത്തെ 2 ഞാൻ ഇപ്പൊ പറഞ്ഞത്. അല്ലാഹുവേ ആഫിയത്ത് തരണേ, റിസ്ക് തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മളാരും വെറുതെ ഇരിക്കാറില്ല. ആഫിയത്ത് കിട്ടേണ്ട വഴികൾ അന്വേഷിച്ച് അതിനു വേണ്ടത് എന്തൊക്കെയാണോ, എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ നമ്മൾ പാലിക്കും. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്നൊരു ചിന്തയാണ് ഇപ്പൊ ഈ പറയുന്നത്. സ്വർഗം തരണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ, സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കരുത് റബ്ബേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ ദുആ ചെയ്യാനല്ലാതെ ഇപ്പൊ എന്തിനാ പറ്റുക? നമുക്കൊരുപാട് പ്രശ്നങ്ങളില്ലേ, നമുക്കൊരുപാട് പ്രയാസങ്ങളില്ലേ, തിരക്ക് പിടിച്ച മനുഷ്യന്മാരല്ലേ നമ്മൾ. അതുകൊണ്ടിപ്പോ ഹിദായത്ത് നിലനിർത്താൻ ആവശ്യമായത് ചെയ്യാൻ നിങ്ങൾ ഇവിടെ വരൂ, അത് പഠിക്കൂ, ഇത് പഠിക്കൂ, അതിനിപ്പോ നമുക്ക് അത്ര തൽക്കാലം ഒഴിവില്ല.
അപ്പൊ നമുക്കൊരു ഇരട്ടത്താപ്പ് നയമില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരേ നിസ്കാരത്തിൽ, ഒരേ പ്രാർത്ഥനയിൽ, ഒരേ ശ്വാസത്തിൽ ഞാനും നിങ്ങളും പറയുന്ന പ്രാർത്ഥനകളിൽ ഭൗതികമായി കണക്ട് ചെയ്യപ്പെടുന്ന ആരോഗ്യം, റിസ്ക് പോലെയുള്ളവയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് മതിയാക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ അതിന്റെ മുമ്പ് ഹിദായത്ത് നിലനിർത്തണേ, പാപങ്ങൾ പൊറുത്തു തരണേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥന, അത് പ്രാർത്ഥന കൊണ്ട് മാത്രം മതിയാക്കി അതിനുവേണ്ട പണി എടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ആഗ്രഹമാണ് അല്ലാഹുവേ സ്വർഗം വേണം. ഈ സ്വർഗം വേണമെങ്കിൽ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് അല്ലാഹു പറയുന്ന മാർഗം? നമ്മളിങ്ങനെ വ്യാമോഹിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മളിങ്ങനെ പറയണം അവകാശവാദം. ഇന്ന് ലോകത്തെല്ലാവരും അങ്ങനെയാണ്, അവകാശവാദം. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുജാഹിദാണ്, ഞാൻ സലഫിയാണ്, അല്ലെങ്കിൽ ഞാൻ മുവഹിദാണ്, ഞാൻ മുത്തഖിയാണ്, ഞാൻ മുസ്ലിമാണ്. എന്നിങ്ങനെ അവകാശവാദക്കാരൊരുപാട്. ഇങ്ങനെ അവകാശവാദം കൊണ്ട് പ്രിയമുള്ളവരെ വല്ലതും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാണോ? നമ്മുടെ മുമ്പുള്ള കുറെ ആളുകൾ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് നമ്മളോട് പറയുന്നുണ്ട്. ആരാണ് ആ കക്ഷികൾ? ദിനേന ഞാനും നിങ്ങളും 17 തവണ അള്ളാഹുവിനോട് ഏതൊരു കക്ഷിയുടെ ഷെറിൽ പെടുത്താതെ കാക്കണേ എന്ന് ചോദിക്കുന്നുവോ അവര്, അഥവാ അൽ യഹൂദു വന്നസാറ, യഹൂദികളും നസറാനികളും അടങ്ങുന്ന അഹ്ലുൽ കിതാബ് എന്ന് ഖുർആൻ മൊത്തം പറഞ്ഞ ആ കക്ഷി. എന്തായിരുന്നു അവരുടെ സ്വഭാവം? അവർ വലിയ അവകാശവാദക്കാരായിരുന്നു. അവരെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, വഖാലു, അവര് പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. യഹൂദികളും നസറാനികളും പറഞ്ഞു, യഹൂദി പറഞ്ഞു, യഹൂദിയായാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. നസറാനികളും പറഞ്ഞു, നസറാനിയായാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അത് അവരുടെ ഒരു അവകാശവാദം. ഇനിയും തീർന്നില്ല. അവര് പറയുന്നു, നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മക്കളാണ്. ഒരു മക്കളോട് പിതാവിനുണ്ടാകുന്ന വാത്സല്യം എത്രയാണോ അതിലപ്പുറം അല്ലാഹ്ക്ക് ഞങ്ങളോടുണ്ട്. മാത്രമല്ല വഹിബ്ബാഉഹു, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബീങ്ങളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളല്ലാതെ സ്വർഗത്തിൽ കടക്കൂല. കാരണം ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, അവന്റെ സന്താനങ്ങളാണ്. ഇനി അഥവാ ഏതൊരു പിതാവും സന്താനങ്ങളെ ചിലപ്പോൾ ചെറിയ തോതിലൊക്കെ വന്ന് ശിക്ഷിച്ചു എന്ന് വരാമല്ലോ. ആ തോതിലൊക്കെ ഞങ്ങൾ ഒരുപക്ഷെ നരകത്തിൽ അല്പമൊന്ന് കടന്നേക്കും. കടന്നാലും ശാശ്വതരല്ല ഞങ്ങൾ. വഖാലൂ, അവര് പറയുകയും ചെയ്തു, ലൻ തമസ്സനന്നാർ ഇല്ലാ അയ്യാമം മഅദൂദ, ഞങ്ങളെ നരകത്തീ ഞങ്ങളെ സ്പർശിക്കുന്നതല്ല, ഇല്ലാ അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ശാശ്വതമായിട്ട് ഞങ്ങൾ അവിടെ കടത്തൊന്നുമില്ല. ഞങ്ങൾ എന്ത് നമ്മടുത്ത് ചെയ്താലും പടച്ചവന് വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തിരിയൊക്കെ ഒന്ന് തീയിലിട്ട് ഒന്ന് ശരിയാക്കിയിട്ട് ഞങ്ങളത് പുറത്തേക്ക് എടുക്കും. എന്നൊന്നും ഞങ്ങളവിടെ കിടക്കൂല. അവകാശവാദമാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇതിപ്പോ അഹ്ലു കിതാബുകാരുടെ അവകാശവാദമാണെങ്കിൽ, മുനാഫിഖീങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു, അവർക്കുണ്ട് അവകാശവാദം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവര് അവകാശവാദം പറയുന്നവരാണ്. അവര് സ്വയമായിട്ട് അവര് വാദിക്കും, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ നിലപാട്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെന്താ പറയുന്നത്? എനിക്ക് പടച്ചവനെ പേടിയുണ്ട്, മരണാനന്തരം പോയി നിൽക്കേണ്ടുന്ന മഹ്ശറിനെ, ആഖിറത്തിനെ എനിക്ക് പേടിയുണ്ട്, എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന കക്ഷികൾ അല്ലാഹ് അവരെ കുറിച്ച് പറയുന്നു, വമാഹും ബിമുഅ്മിനീൻ, അവര് മുഅ്മിനുകളല്ല തന്നെ, അവര് മുഅ്മിനൊന്നുമല്ല. ഇനി കേട്ടോ, ഈ എല്ലാ അവകാശവാദക്കാരെയും ഒറ്റയടിക്ക് പടച്ചോനങ്ങ് തള്ളുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാ തള്ളിയത്? ലൈസ ബിഅമാനിയിക്കും വലാ മാനി അഹ്ലിൽ കിതാബി, നിങ്ങളുടെ വ്യാമോഹങ്ങളും നടപ്പില്ല, യഹൂദി നസറാക്കളുടെ നസറാനികളുടെ വ്യാമോഹങ്ങളും നടക്കൂല. നിങ്ങളോ അല്ലെങ്കിൽ യഹൂദികളോ നസറാനികളോ
വെറുതെ വാദിച്ച് നടന്നതുകൊണ്ട് ഞാനും മുസ്ലിമാണ് എന്ന് ഞാനും മുഅ്മിനാണ് എന്നിങ്ങനെ നിങ്ങളുടെ വ്യാമോഹം കൊണ്ട് കാര്യമൊന്നുമില്ല. മറിച്ച് കാര്യം എന്താണെന്നോ, മയ്യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആര് തെറ്റ് ചെയ്തോ അവന് പ്രതിഫലം നൽകപ്പെടും, അവന് ശിക്ഷയുണ്ടാകും. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവന് കണ്ടെത്താനാവില്ല വലിയം വലാ നസീറാ, ഒരു രക്ഷകനെയോ ഒരു സഹായിയെയോ കിട്ടില്ല. അതേ അവസരത്തിൽ മയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, സത്യവിശ്വാസം അടിത്തറയായിട്ടുണ്ടായിരിക്കെ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ ഫൗലായിക യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. വലാ യുദ്ലമൂന നഖീറാ, ഒരു ഈത്തപ്പഴത്തിന്റെ അതിന്റെ കുരുവിന്റെ പാടയുടെ അത്ര പോലും അവരോടൊന്നും അല്ലാഹു ഒരിക്കലും അക്രമമോ അനീതിയോ കാണിക്കുകയില്ല. ഇതാണ് കാര്യം എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ഈ ആയത്തുകളിലൂടെയൊക്കെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം എന്താണ്? അവകാശവാദം കൊണ്ടോ പെരുമ നടിക്കൽ കൊണ്ടോ ഒന്നും പരലോകത്ത് രക്ഷപ്പെടൂല. കർമ്മം ചെയ്യുന്ന വേണം. നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും സ്വീകരിക്കണം. എങ്കിൽ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും എവിടുന്നാ സ്വീകരിക്കാം? സത്യവിശ്വാസവും സൽക്കർമ്മവും ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. അവകാശവാദം കൊണ്ട് ഞാൻ കാനേഷുമാരി മുസ്ലിമാണ്, ഞാനിങ്ങനെ റിലീജിയൻ കോളത്തിൽ എന്റെ പേര് ഇസ്ലാം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മാപ്പിള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല താവഴിയാണ്, നല്ല തറവാടാണ്, നല്ല കുടുംബാണ്, നല്ല ബാപ്പയായിരുന്നു, നല്ല ഉമ്മയായിരുന്നു, അതുകൊണ്ടൊന്നും സംഗതി നടക്കൂല. നമ്മളെല്ലാവരും മനസ്സിലാക്കാനും ഞാനും നിങ്ങളും മനസ്സിലാക്കാനാ പറയുന്നത്. പിന്നെ എന്തു വേണം? ഇന്ന് ഇത്തരക്കാരായ മുസ്ലിമീങ്ങളാണ് രാജ്യത്തെമ്പാടുള്ളത്. ഒരു വേള അവരെ ദേശീയ മുസ്ലിമീങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിമാണോ ആ മുസ്ലിമാണ്, യാതൊരു ബന്ധവുമില്ല, പേരിൽ മാത്രം മുസ്ലിം. അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. സഹോദരങ്ങളെ, രക്ഷപ്പെടണമെങ്കിൽ സത്യവിശ്വാസം സ്വീകരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതെവിടുന്നാ കിട്ടുക? ഏതെങ്കിലും വ്യക്തികൾ പഠിപ്പിച്ചു തരുന്നതാണോ സത്യവിശ്വാസം? ഏതെങ്കിലും ആളുകൾ പഠിപ്പിച്ചു തരുന്നതാണോ സൽക്കർമ്മങ്ങൾ? അതോ അതിനൊരു വല്ല മാനദണ്ഡവുമുണ്ടോ? ഖുർആൻ വളരെ കൃത്യമായ ഒരു മാനദണ്ഡം പറയുന്നത്. എവിടുന്നാണ് നിങ്ങൾക്ക് കാര്യം പഠിക്കേണ്ടത്? അത് നമ്മുടെ ഉമ്മയും ഉപ്പയും ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ 1-ാം തീയതി അവരുടെ ചരിത്രം ഇവിടെ തുടങ്ങുമ്പോ തന്നെ അല്ലാഹ് അവരെ വിളിച്ചറിയിച്ച കാര്യമാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് വരും. മനുഷ്യരോട് പറയാം, നിങ്ങൾക്ക് വരും. എവിടുന്ന് വരും? മിന്നി, എന്നിൽ നിന്ന്. അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിങ്കിൽ നിന്ന് വരുന്നതേ എന്താവുള്ളൂ? ഹുദാ. അള്ള പഠിപ്പിച്ചു തരുന്നതാണ്. എന്ത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് വരും? ഹുദ വരും. അപ്പൊ ഹുദ എവിടുന്ന് വരണം? നാട്ടുനടപ്പാണോ? നാട്ടുകാർ യോഗം കൂടി തീരുമാനിക്കുന്നതാണോ? ഭൂരിപക്ഷാഭിപ്രായമാണോ? ആരെങ്കിലും സ്വാധീനമുള്ള ആളുകളുടെ അഭിപ്രായമാണോ? അതൊന്നുമല്ല. ഹുദ ഏതാണോ എന്ന് തീരുമാനിക്കുന്നത് മിന്നി, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും. അപ്പൊ എന്താ നമ്മുടെ ഡ്യൂട്ടി? എന്താ? അതിനാണ് പിൻപറ്റുക. അതിന് 100% പിൻപറ്റുക. ഫമൻ തബിഅ ഹുദായ, എന്റെ ആ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടിയും വരില്ല. അതേ അവസരത്തിൽ ഞാൻ ആ പഠിപ്പിച്ച ഹുദ അത് മുഴുവനൊന്നും എനിക്കാണ് അംഗീകരിക്കാൻ പറ്റൂല. വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നിഷേധിക്കുകയും ആര് ചെയ്തുവോ ഉലൈക അസ്ഹാബുൻ നാർ, പടച്ചോൻ അവന് വൽപ്പൊന്നും ഏറൂല, അവരൊക്കെ നരകാവകാശികളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് അല്ലാഹു തആല പറയുന്നത്? എന്നിൽ നിന്നാണ് മാർഗദർശനം വരിക. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദീനായിട്ട് പഠിപ്പിക്കേണ്ടത്, അറിയേണ്ടത് മുഴുവൻ അല്ലാഹ് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹ് നേരിട്ട് വന്ന് അറിയിക്കുന്ന സമ്പ്രദായമില്ല. അല്ലാഹു അവൻ തെരഞ്ഞെടുക്കുന്ന ദൂതന്മാരിലൂടെ കാര്യങ്ങൾ പറയും. ആ ദൂതന്മാരുടെ അവസാന കണ്ണിയായി വന്നവരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫമൻ തബിഅ, അതിനെ പൂർണ്ണമായും പിൻപറ്റണം. പൂർണ്ണമായും പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അങ്ങ് സ്വീകരിച്ചോളണം.
ഹുദയായിട്ട് അള്ള പഠിപ്പിച്ചു തരുന്നത് മുഴുവനും സ്വീകരിക്കണം. അതിൽ ഞാൻ കുറച്ച് സ്വീകരിക്കും, എനിക്ക് പറ്റുന്നത്, അല്ലാത്തത് ഞാൻ തള്ളിക്കളയും എന്ന ന്യായം വന്നാൽ അത് തനിച്ച ജൂദായിസമാണ്. യഹൂദികളെ അള്ള ശപിക്കാനുണ്ടായ കാരണം ഖുർആൻ പറയുന്നത് പലതുണ്ട്. അതിലൊരു കാരണമാണ് തൗറാത്തിന് വായിക്കും, അല്ലെങ്കിൽ ഇഞ്ചീലിന് വായിക്കും, എന്നിട്ട് അവർക്ക് പറ്റുന്നതൊക്കെയാണ് സ്വീകരിക്കും, അവർക്ക് താല്പര്യമില്ലാത്തതാണ് തള്ളും. അപ്പൊ ഫലത്തിൽ എന്തായി? വേദഗ്രന്ഥം വായിച്ചിട്ട് ചിലതിനെ ഉൾക്കൊള്ളും, ചിലതിനെ തള്ളിക്കളയും. ഇതിനെ ശക്തമായി ഖുർആൻ വിമർശിച്ചു. അവരോട് ചോദിച്ചു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ ശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ ചിലതിനെ വിശ്വസിക്കുകയാണോ? വതക്ഫുറൂന ബിബഅദിൻ, ചിലത് നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ? കിതാബ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന നയമാണോ യഹൂദികളെ നിങ്ങൾക്കുള്ളത്? നസറാനികളെ നിങ്ങൾക്കുള്ളത്? ഖുർആൻ ചോദിക്കുന്നു. ഇത് ഖുർആനിന്റെ അനുയായികളായ നമ്മളോടുമുള്ള ചോദ്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതുന്നു. അതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, അറിയുന്നു. എന്നിട്ട് പിന്നെ ഞാനൊരു ഇരുത്തമാണ് എന്തും പറഞ്ഞിട്ട് ഖുർആനിൽ അങ്ങനെയൊക്കെയുണ്ട്, ഹദീസിൽ അങ്ങനെയൊക്കെയുണ്ട്, പക്ഷേ ഞാൻ എന്റെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കട്ടെ, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് ഞാൻ സ്വീകരിച്ചോളും, എന്റെ യുക്തിക്ക് നിരക്കാത്തത് സ്വീകരിക്കാൻ എന്നെ കിട്ടൂല എന്നും പറഞ്ഞ് ഖുർആനും ഹദീസും ഓതി നോക്കി അത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ടും ചിലതൊക്കെ സ്വീകരിച്ച് ചിലതൊക്കെ തള്ളിക്കളഞ്ഞാൽ യഹൂദിയോട് അള്ള പറഞ്ഞ മുന്നറിയിപ്പ് നമുക്കും ബാധകമാണ്. എന്താ യഹൂദിയോട് പറഞ്ഞത്? വേദഗ്രന്ഥത്തിന്റെ ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളുകയുമാണോ? എങ്കിൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആ പ്രവൃത്തി ചെയ്യുന്നവന്റെ ശിക്ഷ എന്താണെന്നോ? ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവന് അപമാനമുണ്ടാകും. പടച്ചോന്റെ അള്ള ഇറക്കിയ ഒരു പ്രമാണത്തോട് പരിഹാസം വന്നാൽ, അള്ള പഠിപ്പിച്ച ഒരു നിയമത്തോട് പുച്ഛം വന്നാൽ, റബ്ബിന്റെ ഒരു തീരുമാനത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ദുന്യാവിൽ നീ അപമാനിക്കപ്പെടും, ദുന്യാവിൽ നിനക്ക് അപമാനമുണ്ടാകും. ദുന്യാവിലെ അപമാനം കൊണ്ട് കാര്യം തീർന്നുവോ? ഇല്ല ഇല്ല. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പുനരുത്ഥാന ദിവസം, യുറദ്ദൂന ഇലാ ശദ്ദിൽ അദാബ്, അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അള്ള ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചിന്തയൊന്നും വേണ്ട. അള്ള ഒരു സെക്കൻഡ് നേരവും അശ്രദ്ധനല്ല. ഉലൈകല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ, പ്രമാണങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ആ പ്രമാണങ്ങളിൽ ചിലത് തള്ളാനും ചിലത് കൊള്ളാനും ഇത്തരക്കാർക്കുള്ള പ്രേരകം എന്താണ്? അവർ ആഖിറത്തെ വിറ്റിട്ട് ദുനിയാവ് വാങ്ങുകയാണ്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവരിൽ നിന്ന് ശിക്ഷ ഒരിക്കലും ലഘൂകരിക്കപ്പെടുന്നതല്ല. വലാഹും യുൻസറൂൻ, അവർ ഒരു നിലക്കും സഹായിക്കപ്പെടുന്നവരുമല്ല. ഇവിടെയാണ് നമ്മുടെ ആദർശത്തിന്റെ മേന്മ വായിച്ചറിയേണ്ടത്. ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, എവിടെയും മുസ്ലിമാണ്. മുസ്ലിമിന്റെ ഐഡന്റിറ്റി, മുസ്ലിമിന്റെ വ്യക്തിത്വം, മുസ്ലിമിന്റെ ശരിയായ നിലക്കുള്ള നിലപാട്, അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും വെച്ചു കൊടുക്കേണ്ട ഒരു നിലപാടല്ല. മുസ്ലിമിന് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. അതാണ് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ എന്റെ ശരിയായ റൂട്ട്. ആ റൂട്ടിൽ അവന് അള്ളാഹു അവന് നൽകുന്ന ഹിദായത്ത്, ആ ഹുദയിൽ നിന്ന് മുഴുവനും അവൻ സ്വീകരിക്കണം. ഏതാണ് സ്വീകരിക്കേണ്ടത്? ഏതാ ഇൽമ്? അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അൽഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു
ഖാല അസ്സഹാബത്തു ഹുമ്മുലുൽ ഇർഫാനി. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അല്ലാഹ് പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് സ്വഹാബിമാര് എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയ. സ്വഹാബത്ത് എങ്ങനെ ഖുർആനും ഹദീസും മനസ്സിലാക്കിയോ? കാരണം സ്വഹാബത്താണ് അതേ വഹയിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി ഒരു നിയമം കേൾക്കാൻ ഭാഗ്യം കിട്ടിയവര് സ്വഹാബിമാരാണ്. ആ നിയമത്തെക്കുറിച്ച് ചോദിച്ച് റസൂലുള്ളാഹിനോട് സംശയം ചോദിക്കാൻ അവസരം കിട്ടിയ വലിയ ഇൽമുള്ള പണ്ഡിതന്മാര് സ്വഹാബത്താണ്. അങ്ങനെ അള്ളയും അവന്റെ റസൂലും പറഞ്ഞ ഹുദാ അത് സ്വഹാബിമാരെങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ മനസ്സിലാക്കിയവനാണ് ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ ഹുദയെ പിൻപറ്റിയവൻ. ഇവിടെയാണ് എല്ലാ പാർട്ടിക്കാർക്കും പിഴവ് പറ്റിയത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നില്ലേ ഇതന്നല്ല ഇപ്പൊ എല്ലാ കക്ഷിയും പറയുന്നു? നിങ്ങൾ പറയുന്ന ഇതന്നല്ല ഇപ്പൊ എല്ലാ കക്ഷിയും പറയുന്നത്? സുന്നികളെന്ന് പറയുന്ന ഈ ഭാഗവും സമസ്തക്കാരെന്ന് പറയുന്നവരും ജമാഅത്തുകാരെന്ന് പറയുന്നവരും ഇനി ഏതൊക്കെ മതരംഗത്തുള്ള പാർട്ടികളുണ്ടോ എല്ലാവരും പറയുന്നത് ഖുർആനും ഹദീസും എന്ന് തന്നെയല്ലേ? പിന്നെ എന്താ നിങ്ങൾക്ക് ഇതിനൊരു മാനദണ്ഡം ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ? അതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഖുർആനും ഹദീസും പറയാത്ത കക്ഷികളാരാ ലോകത്തുള്ളത്? എല്ലാ കക്ഷിയും ആയത്താ ഓതുന്നത്, ഹദീസാ ഓതുന്നത്. അതേ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ടുള്ള ഫാദർ അലവി എന്ന് പറയുന്ന അച്ഛൻ, അതുപോലെ തന്നെ വേറെ ഒരുത്തൻ, അതുപോലെ വേറെ ഒരുത്തി ഒക്കെ ഇന്ന് പലയിടത്തും അതാ ഇസ്ലാമിനെതിരെ കാര്യങ്ങൾ പറയുമ്പോഴും തെളിവോരുന്നത് ഖുർആനാണ്. അതേ ക്രിസ്തീയ പാതിരിമാര് അവരുടെ ആശയം സ്ഥാപിക്കാൻ ഓടുന്നത് ഖുർആനാണ്, ഹദീസാണ്. ഇങ്ങനെ ഓരോ കക്ഷികളും. അതേ മുമ്പ് നമ്മുടെ നാട്ടിലൊരാൾ ഉണ്ടായിരുന്നു, 5 നേരത്തെ നിസ്കാരം വേണ്ട, 3 നിസ്കരിച്ചാൽ മതി. അയാൾ പുസ്തകവും ഇറക്കി. നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത എന്നാണ് അയാളുടെ പുസ്തകത്തിന്റെ പേര് തന്നെ. പുസ്തകത്തിന്റെ പേരെന്താ? നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത. അയാൾ ആയത്തും ഹദീസും നിരത്തിയിട്ട് പറയുന്നത് 5 നേരത്തെ നിസ്കാരം യഹൂദികൾ ഉണ്ടാക്കിയതാണ്, അത് ഇസ്ലാമിലില്ല, വേണമെങ്കിൽ 3 നിസ്കരിച്ചോ, അതിന് തന്നെയും ശരിയായ രേഖയൊന്നും ഇല്ല. റമളാൻ മാസത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ഈ കാട്ടറബികളായ ആളുകളെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടായിരുന്നു. ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെയുള്ള ഈ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആരോഗ്യം കുറഞ്ഞ നമ്മെക്കൊണ്ട് 1 മാസം പട്ടിണിക്കിടാൻ ഏതായാലും അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് റമളാൻ നോമ്പും വേണ്ട, ഇങ്ങനെയൊക്കെ പറയുന്നൊരു കക്ഷി. ആ പുസ്തകം മറിച്ചു നോക്കി, നല്ല കട്ടിയുള്ള ബുക്ക, മറിച്ചു നോക്കിയാൽ കാണുന്നതൊക്കെ ആയത്ത് ഹദീസ്. എന്താ പിന്നെ നിസ്കരിക്കണ്ട തീരെ എന്ന് പറയുന്ന വേറൊരു കക്ഷിയുണ്ട്. തരീക്കത്തുകാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില കക്ഷികളുണ്ട്. അവര് പറയുന്നത് നിസ്കാരം തന്നെ വേണ്ട, നിസ്കാരം വേണ്ട, അള്ളാനെ ഓർത്താ മദീന ഖുർആൻ പറയുന്നത്. മാത്രമല്ല നിസ്കാരം ഒരു മർത്തബയിലെത്തിയാ പിന്നെ നിസ്കാരം വേണ്ട. കാരണം തെളിവ് അവരും ഓടുന്നത് ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തോ, ഹത്താ യഅതിയക, നിനക്ക് വരുന്നത് വരെ, അൽ യഖീനു, ഉറപ്പ്. നല്ല ഉറപ്പ് അല്ലാഹനെ പറ്റി വന്ന അവിടെ നിർത്തിക്കൊള്ളണം നിസ്കാരം. പിന്നെ നിസ്കാരമൊന്നും വേണ്ട. ഈ ഉറപ്പില്ലാത്ത സാധുക്കൾക്കാണ് ഈ നിസ്കാരമൊക്കെ. നല്ല ഉറപ്പ്, യഖീനുറപ്പ് എന്നാ പറയാ. യഖീനുറപ്പിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊന്നും വേണ്ട. പിന്നെ ഒരിക്കൽ ആ സമയം എങ്ങനെ ആയാൽ ഏതാണ്ട് അള്ളാഹ് പറയുന്ന ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ വക വയ്യാവേലിയൊന്നുമില്ല. ഖുർആനായും തെളിവ്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം അനുഷ്ഠിക്കോ. അപ്പൊ നിസ്കാരം എന്തിനാ? ദിക്ർ അല്ലാണ്. സുബൈന്റെ സമയമാക്ക സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു, സുബൈ കഴിഞ്ഞു. പിന്നെ ളുഹറിന്റെ സമയം അൽഹംദുലില്ലാഹ് ഒരു ദിക്റിയല്ലേ കഴിഞ്ഞു. ഇതിനും അവർക്ക് തെളിവ് ഖുർആനാണ്. വാസ്തവത്തിൽ അഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ് വരുവോളൊന്നല്ല. അൽ യഖീൻ എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനിച്ചു അൽ മൗത്തൂന, മരണം വരെ ഇബാദത്ത് എടുത്തോളണം. അതിനെയാണ് കൊണ്ടുപോയിട്ട് ഇക്കോലത്തിലാക്കിയത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കക്ഷികൾക്കും തെളിവെന്താണ്? ഖുർആൻ.
ഖുർആനിലുണ്ടോ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും രേഖ ഖുർആനിലുണ്ടോ? ഉണ്ട് മൗലവി, ഉണ്ട്, ഖുർആനിലുണ്ട്. അള്ളാന്റെ റസൂലിനോട് മുൻകഴിഞ്ഞ എല്ലാ നബിമാരെയും വിളിച്ച് തേടിക്കൊള്ളാൻ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നാലില്ല, അങ്ങനെ ഏതായാലും ആ ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പൊ അവർക്കും തെളിവുണ്ട്. ഈ ഖാദിയാനി തെളിവ് ഖുർആനും ഹദീസോ വരുന്നത്. എന്താ ഖാദിയാനിയുടെ വാദം? മുഹമ്മദുർ റസൂലുള്ളാഹ് അവരും പറയും, പക്ഷേ അന്ത്യപ്രവാചകനല്ല. ഇനി ഒരു നബി ഇങ്ങനെ ഇടക്ക് വരും. അതിന്റെ കൂട്ടത്തിൽ വന്ന ആളാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ എന്ന ഗ്രാമത്തിൽ ജനിച്ച ആ ചാന്ദ് ബീവിയുടെ മോനായിട്ട് ജനിച്ച, ചിറാഗ് ബീവിയുടെ മോനായിട്ട് ജനിച്ച ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാൾ നബിയാണ്. അയാളെ പേരെന്താ? അയാൾ അഹമ്മദുൽ ഖാദിയാനി. അയാളെ പറ്റി ഖുർആനിലൊക്കെ ഉണ്ടെന്ന്. അയാളെ പറ്റി ഖുർആനിലൊക്കെ ഉണ്ട്. അതെവിടെ? സൂറത്തു സഫില് മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അള്ളാന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ആളാണ് പോലും. തന്റെ ശേഷം ഒരു നബി വരും, ആ നബിയുടെ പേര് പോലുമുണ്ട്, അഹമ്മദ് എന്നാണ്. ഞങ്ങളുടെ നബിയുടെ പേര് അഹമ്മദ് അല്ലേ? ഖുർആനിൽ ഖാദിയാനി തെളിവോതുന്നു. ആർക്കും വിശ്വാസം വേണ്ടിട്ടോ. മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് ഈസാ നബിനെ പറ്റി പറഞ്ഞതാ. ഈസാ നബിയെ പറ്റി പറഞ്ഞതാണ്. ആ ഈസാ നബി തനിക്ക് ശേഷം വരാൻ പോകുന്ന അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സുവിശേഷം പറയാൻ വന്ന നബിയാണെന്നാണ്. ഖാദിയാനി അത് മുറിച്ചിട്ട് അത് അള്ളാന്റെ റസൂലിന് വരാൻ പോകുന്ന അഹമ്മദ് ഖാദിയാനിനെ കുറിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, ഇതാക്കി തീർത്തതാ. ഇങ്ങനെ ഏത് കക്ഷി ഇനിതാ ഏറ്റവും ഭയങ്കര വെറുപ്പുള്ള ആളുകളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ കണ്ണെടുത്താ കാണാൻ ഒരിക്കലും വെറുപ്പുള്ള ഒരു കക്ഷികളുണ്ട് സമൂഹത്തിൽ, ഷിയാക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ വെറുപ്പിനും അവർക്ക് തെളിവുണ്ട്. എന്താ തെളിവ്? ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുന്നത് ആയിഷ ബീവിയെ അറക്കണം എന്ന് ഖുർആനിലുണ്ട് എന്നാണ്. എന്താണ് ഇപ്പൊ അതൊക്കെ? അങ്ങനെ തെളിവുണ്ടാവുമല്ലോ ഖുർആനിലല്ലേ? എന്താ തെളിവ്? സൂറത്തുൽ ബഖറ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തസ്ബഹു ബഖറ. നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് പശുവിനെ അറുക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ബഖറ കൊണ്ട് ഉദ്ദേശം ആയിഷയാണ്. ആലോചിച്ചു നോക്കൂ. അപ്പൊ എല്ലാവരും ഖുർആനും ഹദീസും അല്ലേ ഓതുന്നത്? എല്ലാവരും ഖുർആനും ഹദീസാ ഓതുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ആദർശത്തിന്റെ മേന്മ? അവിടെയാ മനസ്സിലാക്കേണ്ടത്. ഖുർആനും ഹദീസും എല്ലാവരും ഓതും. പക്ഷേ ആ ഖുർആനും ഹദീസും ആദ്യമായി ആ ഖുർആൻ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകൾ ആദ്യമായി കേട്ടിട്ടുള്ള സഹാബാ കിറാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എങ്ങനെയാണോ ഖുർആനും ഹദീസും മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കിയാലല്ലാതെ ഇസ്ലാം മനസ്സിലാകൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾ 71 കക്ഷികളായി പിരിഞ്ഞു. അതിൽ ഒരു കക്ഷിയൊഴികെ മറ്റെല്ലാം നരകത്തിലാണ്. നസറാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു. അതിൽ ഒരു കക്ഷിയൊഴികെ മുഴുവൻ നരകത്തിലാണ്. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുന്നതാണ്. അതിൽ ഒരു കക്ഷിയൊഴികെ മുഴുവനും ഫിന്നാർ, നരകത്തിൽ തന്നെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഏതാണ് ആ കക്ഷി? സ്വർഗത്തിൽ പോകുന്ന ഏക കക്ഷി ഏതാ നബിയെ അങ്ങയുടെ ഉമ്മത്തിൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും ഏതൊന്നിൽ നിലക്കൊണ്ടുവോ. അന എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വഅസ്ഹാബി എന്റെ അനുയായികൾ എന്ന് പറയുമ്പോ നബി തങ്ങളുടെ സഹാബിമാരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഏതൊക്കെ വിശ്വസിച്ചുവോ, ഏതൊക്കെ ആചരിച്ചുവോ, ഏതൊക്കെ അനുഷ്ഠിച്ചുവോ, ആ വിശ്വാസങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും മുറുകെ പിടിച്ച് ജീവിക്കുന്ന കക്ഷികളാരോ അവര് മാത്രമാണ് രക്ഷപ്പെടുന്ന വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അവർക്കുണ്ടായിരിക്കുന്ന ഗുണം എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ അവർ ഖുർആനും ഹദീസും മനസ്സിലാക്കും. അല്ലാത്ത മനസ്സിലാക്കലൊന്നും പറ്റൂല. അല്ലാത്ത മനസ്സിലാക്കലുകാരാണ് നേരത്തെ പറഞ്ഞ എല്ലാ കക്ഷികളും. ആയത്തിന്റെ ഓത് അവർക്ക് തോന്നിയ അർത്ഥം വെക്കുക, വേറെ രൂപത്തിലേക്കാണ് കൊണ്ടുപോവുക. ഇങ്ങനെയാണ് സമൂഹത്തിൽ കക്ഷികൾ ഒരുപാടുണ്ടാകുമ്പോൾ നമ്മുടെ ആദർശത്തിന്റെ മേന്മ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. പിഴച്ചുപോയ കക്ഷികളൊക്കെ ചെയ്ത 2 മാർഗങ്ങളുണ്ട്.
ഒന്ന് അവര് ഖുർആൻ ദുർവ്യാഖ്യാനിക്കും. ഖുർആനിൽ എല്ലാ കക്ഷികളുടെയും, പഴച്ചുപോയ കക്ഷികളുടെ ഒക്കെ സ്വഭാവം എന്താണെന്നറിയോ? അവരാദ്യം ഒരു വിശ്വാസം, ഒരു തീരുമാനമൊക്കെ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് അതിനെ ഒപ്പിച്ചിട്ട് ഖുർആനിൽ തെളിവ് നോക്കും. ഖുർആനിൽ തെളിവ് നോക്കിയാൽ ഇവർക്ക് ഒപ്പിച്ചുള്ള ആയത്ത് ഹദീസൊന്നും കാണൂല. അപ്പൊ എന്ത് ചെയ്യും? ഉള്ള ആയത്ത് ഹദീസുകളെ ഇവരുടെ വ്യാഖ്യാനത്തിന്, ഇവരുടെ ആശയങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വ്യാഖ്യാനിക്കും. അതേ അവസരത്തിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ സ്വഭാവം എന്താ? അവരാദ്യം ഒരു വിശ്വാസവും ആചാരമൊന്നും തീരുമാനിക്കൂല. അവർ ഖുർആനാ നോക്കുക, ഹദീസാ നോക്കുക. അതിലുള്ളത് എന്താ നോക്കിയിട്ട് അതിൽ നിന്നാണ് അവർ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്ത് ചെയ്യുക? രൂപീകരിച്ചുണ്ടാക്കുക. അതുകൊണ്ട് അവർക്ക് പഴക്കൂല. മറ്റവരങ്ങനെയല്ല. മറ്റൊരു തീരുമാനം ആദ്യം ഉണ്ടാക്കി, ഇനി അതിനൊപ്പിച്ച് ഖുർആൻ തരയാണ്. അപ്പൊ ഈ തീരുമാനത്തിനൊപ്പിച്ച് ഖുർആനിൽ കാണൂല. അപ്പൊ അതിനൊപ്പിച്ച് ആയത്ത് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. ഖുർആനിലാണെങ്കിൽ ഒരു പുള്ളി അധികം ഉണ്ടാക്കി അപ്പ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പ സംവിധാനമുണ്ട്, അത് കണ്ടുപിടിക്കും. അപ്പൊ അക്ഷരഭേദം വരുത്താൻ വകുപ്പില്ല. പിന്നെ എന്തേ വകുപ്പുള്ളൂ? ആശയഭേദം വരുത്തുക. അതെങ്ങനെയാ? ഒറിജിനൽ ടെക്സ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ആ ടെക്സ്റ്റ് വായിച്ചിട്ട് അള്ള ഉദ്ദേശിക്കാത്ത അർത്ഥവും ആശയവും അതിന് പറയുക, എഴുതുക, പ്രചരിപ്പിക്കുക. അതാണ് ഇബ്ലീസ് ചെയ്ത ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത് ചെയ്ത തന്ത്രം എന്താണ്? ഖുർആൻ മനസ്സിലാകണമെങ്കിൽ അള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉണ്ട്. അതെന്താ? നിങ്ങളെല്ലാവരും ഖുർആൻ ഇങ്ങനെ മറിച്ചു വെച്ചോളിൻ, ഒരു ഭാഗത്ത് ഡിക്ഷണറി വെച്ചോളിൻ, എന്നിട്ട് ഖുർആൻ പഠിച്ചോന്ന് അള്ള പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ള ഇത് ഇറക്കിക്കൊടുത്ത നബിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വഅൻസൽനാ ഇലൈക الذിക്റ. ഓ നബിയേ, ഈ ഉത്ബോധനത്തെ താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നീ വിശദീകരിച്ചു കൊടുക്കണം. മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടതെന്തൊന്നാണോ അതിന്റെ ആശയം അവർക്ക് സ്വന്തമായി മനസ്സിലാക്കാനാവില്ല. അത് നീയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഉറപ്പല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഖുർആൻ മാത്രം കൊണ്ട് ജീവിക്കാൻ കഴിയാം? അഖീമുസ്സലാത്ത് ഖുർആൻ പറയുന്നു എങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണം, കൈ എത്ര മുകളിലേക്ക് പൊക്കണം, കൈ എവിടെ വെക്കണം, റുകൂഅ് ചെയ്യുമ്പോൾ കൈ എവിടെ വെക്കണം, സുജൂദിലേക്ക് എങ്ങനെ പോകണം, സുജൂദിൽ എന്ത് പറയണം, ഇടയിലിരുത്തും എങ്ങനെ വേണം, ഇഅ്തിദാലിൽ എന്ത് ചൊല്ലണം, തശഹുദ് എങ്ങനെ ചൊല്ലണം, ഖുർആനിലുണ്ടോ? ഇല്ല, ഇല്ല. നിസ്കാരത്തിന്റെ വിശദവിവരം ഹദീസിലേ ഉള്ളൂ. വആതുസ് സകാ, സകാത്ത് കൊടുക്കണേ എന്നതല്ലാതെ ഏതെല്ലാം വസ്തുക്കൾക്ക് എത്ര തോതിൽ, എത്ര അളവിൽ, എപ്പോൾ സകാത്ത് കൊടുക്കണം എന്ന കണിശമായ നിയമങ്ങൾ ഖുർആനിലില്ല. അത് ഹദീസ് നോക്കണം. ഹജ്ജ് ചെയ്യണം അല്ലാഹുവിന് വേണ്ടി. നിങ്ങൾ വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിച്ച് ചെയ്യണേ എന്ന് ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞതല്ലാതെ എന്തൊക്കെയാണ് ഹജ്ജിന്റെ ആദ്യ അനുഷ്ഠാനങ്ങൾ, ഏതൊക്കെയാണ് അവസാന അനുഷ്ഠാനങ്ങൾ എന്ന് ഖുർആനിൽ ഒരിടത്തുമില്ല. ഹദീസിലാണ് വിശദീകരണം കാണുന്നത്. ഇങ്ങനെ ഓരോന്നും ഇനി ശിക്ഷാവിധികൾ നോക്കൂ. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്. അതേ, മോഷണം നടത്തിയ പുരുഷന്റെയും മോഷണം നടത്തിയ പെണ്ണിന്റെയും കൈകൾ നിങ്ങൾ മുറിക്കണേ. ഖുർആൻ പറയുന്നു അവരുടെ കൈകൾ മുറിക്കണമെന്നേ ഖുർആനിലുള്ളൂ. ഫഖ്തഉ എന്നാണ് കൽപ്പന. നിങ്ങൾ മുറിക്കണം. ഞാനും നിങ്ങളും ആയത്തോതിയിട്ട് എന്റെ പറമ്പെന്ന് തേങ്ങ കെട്ട, എന്റെ വീട്ടിൽ നിന്ന് പൊന്നുകെട്ട കള്ളനെ പിടിച്ചിട്ട് ഒരു റൂമിന്റെ ഉള്ളിലാക്കിയിട്ട് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ, നിങ്ങൾ മുറിച്ചോന്ന് ഖുർആനിലില്ലേ? ആ നിങ്ങൾ എന്നതിൽ നമ്മൾ പെടുമോ? പെടൂല. ഭാഷാർത്ഥ പ്രകാരം പെടും. ഫഖ്തഉ, നിങ്ങൾ മുറിക്കൂ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പെടൂലേ? പെടും. പക്ഷേ അള്ളാന്റെ റസൂല് പറയുന്നത് പെടൂലാന്നാണ്. അപ്പൊ ആയത്ത് വെറുതെ ഓതിയിട്ട് മനസ്സിലാവൂല. പിന്നെ ആരോടാണ് ആ കൽപ്പന? ഇസ്ലാമിക ഭരണമുള്ള ഖാളിയോടാണ് കൽപ്പന. ഖാളിക്കേ അത് മുറിക്കാൻ അധികാരമുള്ളൂ. ഖാളിക്കേ അത് മുറിക്കാൻ ഓർഡർ, വിധി പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. എല്ലാ പൗരന്മാരും കൂടി നിയമം കയ്യിലെടുത്ത് കട്ടവന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് കൈ കൊത്തി മുറിക്കാൻ പാടില്ല. അതെവിടുന്ന് മനസ്സിലായി? ഹദീസിൽ നിന്ന് അത് മനസ്സിലാവുള്ളൂ.
ഇനി അതിൽ തന്നെ നോക്കൂ, ഐദിയഹുമ എന്നല്ലേ പറയുന്നത്? മോഷണം നടത്തിയ പുരുഷന്റെയും പെണ്ണിന്റെയും കൈകൾ എന്നല്ലേ ഖുർആൻ പറയുന്നത്? കൈ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയും കൈയല്ലേ? എവിടെ മുറിക്കണം? എവിടെ മുറിക്കണം? മോഷണക്കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും തോൾ മുതൽക്ക് താഴോട്ടൊക്കെ കൈയല്ലേ? എവിടെയാ മുറിക്കേണ്ടത്? ഖുർആനിൽ ഒരിടത്തും പറയുന്നില്ല, ആ കൈയിന്റെ പരിധി പറയുന്നില്ല. അതേ അവസരത്തിൽ ഹദീസിലാ കാണുന്നത് മുൻകൈ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ, കഫ് മാത്രമേ മുറിച്ച് നീക്കാൻ പാടുള്ളൂ. ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ എന്നല്ലേ? കൈകൾ നമ്മൾ എവിടെയും മുറിച്ചൂടെ? പറ്റൂല. അതെവിടെ മനസ്സിലായത്? അത് ഹദീസെന്ന്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അവരിലേക്ക് ഇറക്കപ്പെട്ടതിന്റെ നിയമം എന്താണെങ്കിൽ അത് താങ്കൾ പറഞ്ഞു കൊടുക്കണം, താങ്കൾ വിശദീകരിച്ചു കൊടുക്കണം. ശരി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ, അവിടുത്തെ ഹദീസ് ഇല്ലാതെ ഖുർആൻ പഠിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഖുർആനും ഹദീസും രണ്ടല്ല, ഖുർആനും ഹദീസും ഒരർത്ഥത്തിൽ ഒന്നാ. ഏതർത്ഥത്തിൽ? രണ്ടും ഒരുപോലെ സ്വീകരിക്കണം. ഖുർആനിലുള്ള ഒരായത്ത് നമ്മൾ എപ്രകാരം സ്വീകരിക്കുമോ അപ്രകാരം ഒരു ഹദീസും സ്വീകരിക്കണം. എന്തേ മാനദണ്ഡമുള്ളൂ? സ്വഹീഹായിരിക്കണം ഹദീസ്. ഹദീസ് സ്വഹീഹായിരിക്കണം. അപ്പൊ സ്വഹീഹായ ഹദീസ് മുഴുവനും സ്വീകരിക്കണോ? മുഴുവനും സ്വീകരിക്കണം. ഇല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ഹദീസിനെ ഞാൻ മാറ്റി നിർത്തിയാലോ? എനിക്കത് പറ്റൂല. ഏതെങ്കിലും ഒരു നിയമത്തെ ഞാൻ മാറ്റി നിർത്തിയാലോ കാഫിറായി പോകും. ശരിക്കും മനസ്സിലാക്കുക, വലിയ ഗൗരവമാണ് വിഷയം. ഇസ്ലാമിലൊരു കാര്യം ഒരാൾ ചെയ്യാതിരിക്കൽ വേറെ, നിഷേധിക്കൽ വേറെ. രണ്ടും രണ്ടാട്ടോ, രണ്ടും രണ്ടാ. ഒരാൾ പറയുന്ന ഉദാഹരണം പറയാണ്, ളുഹ്ർ ജമാഅത്ത് ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ഒരാൾ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്താൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരാൾ മനഃപൂർവ്വം മാലിന്യത്തിലേക്ക് അങ്ങെറിഞ്ഞാൽ അയാൾ മുർത്തദ്ദായി, ഇസ്ലാമെന്ന് പുറത്തുപോയി. നിന്ദിക്കലും പുച്ഛിക്കലും പരിഹസിക്കലും വേറെയാണ്, ഒരു കാര്യം ചെയ്യാതിരിക്കൽ വേറെയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളോട് 100% ഒരു സത്യവിശ്വാസിയുടെ മനസ്സങ്ങ് കീഴ്പ്പെടണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവര് മുഅ്മിനാവുകയില്ല. നമ്മളോടാ പറയട്ടോ, നമ്മൾ ശരിക്കും ആലോചിച്ചോളി. മുഅ്മിനാണ് എന്നല്ലേ നമ്മൾ അവകാശവാദം? ഞാൻ മുഅ്മിനാന്നല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ മുഅ്മിനാന്നല്ലേ നിങ്ങളും പറയുന്നത്? എന്നാ അല്ലാഹു പറയണ മുഅ്മിനാവൂല. ഏതുവരെ? ആ അവകാശവാദം കൊണ്ടൊന്നും കാര്യമില്ല. ആ അവകാശവാദം ശരിയാവണോ? എന്ത് വേണം? താഴെ പറയാൻ പോകുന്ന കാര്യം പൂർണ്ണമായിട്ടുണ്ടാകണം. അതെന്താ? ഹത്താ യുഹക്കിമൂക, നബിയെ അവര് താങ്കളെ വിധികർത്താവാക്കണം. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ കാര്യങ്ങളിലും അവര് തങ്ങളെ വിധികർത്താവാക്കി നിശ്ചയിക്കണം. അഥവാ ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ ഖുർആനിൽ എന്തു പറയുന്നു, ഹദീസിൽ എന്തു പറയുന്നു എന്നാണ് പരിശോധിച്ച്, സ്വന്തം പരിശോധിക്കാറില്ലെങ്കിൽ പരിശോധിക്കാൻ അറിയണവരോട് പരിശോധിപ്പിച്ച് അവരോട് ചോദിച്ചറിഞ്ഞ് ഇന്നതാണ് ഈ വിഷയത്തിലെ ഖുർആനിന്റെ വിധി, ഇന്നതാണ് ഈ വിഷയത്തിലെ ഹദീസിന്റെ വിധി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത, നീ എടുത്ത തീരുമാനത്തോട് അവരുടെ മനസ്സിൽ ഒരൽപ്പം പോലും വിഷമം തോന്നാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ, 100% അതിനോടവർ അനുസരണബോധത്തോടെ 100% അംഗീകരിച്ചു കൊള്ളുകയും ചെയ്യണം. അല്ലെങ്കിൽ മുഅ്മിനാവൂല. എന്തായി പറയണത്? ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി. ചില ഹദീസ് വായിച്ചിട്ട്, ചില ആയത്ത് വായിച്ചിട്ട് ഞാൻ പറയാം അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല ആൾക്കാരും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഖുർആനില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു സമുദ്രത്തിൽ അടിച്ചോ. സമുദ്രത്തിൽ അടിച്ചു, സമുദ്രം 2ആയി പിളർന്നു.
ഒരു കാറ്റടിച്ചു, ചെളിയൊക്കെ നീങ്ങി, മൂസാ അലൈഹിസ്സലാം ബനീ ഇസ്രായേലരെയും കൊണ്ട് സുഖകരമായ നിലക്ക് മറുകര പറ്റി. ഖുർആൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ ചില ആൾക്കാർ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അതാണ് ബോധ്യമാകുന്നില്ല. അതിപ്പോ എങ്ങനെയാണ്? അതിപ്പോ അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂലല്ലോ. മനുഷ്യന് അള്ളാഹ് ബുദ്ധി തന്നിട്ടില്ലേ? ഖുർആനിൽ അഖ്ലിന്റെ പ്രാധാന്യം എത്രയാ പറഞ്ഞത്? യുക്തിയുടെ പ്രാധാന്യം എത്രയല്ല പറഞ്ഞത്? ലഅല്ലക്കും തഅഖിലൂന്ന് ഖുർആൻ പറയുന്നില്ലേ? ലഅല്ലക്കും യതഫക്കറൂന്ന് ഖുർആൻ പറയുന്നില്ലേ? അഫലാ യതദബ്ബറൂന്ന് ഖുർആൻ പറയുന്നില്ലേ? പിന്നെ ചിന്തിക്കാതെ കാണുമ്പോഴേക്കൊക്കെയാണ് വിഴുങ്ങല എന്നൊക്കെ പറഞ്ഞു കുറെ യുക്തിവാദികൾ. അങ്ങനെ ഒരാൾക്ക് ഈ ആയത്ത് വായിച്ചപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. അയാൾ പറഞ്ഞ് അതങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, മൂസാ നബി അടിച്ചിട്ട് ഒന്നുമില്ല. പിന്നെ മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞ എന്താണ്? എന്റെ വടിയും കുത്തിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കോ, കുണ്ടില്ലാത്ത സ്ഥലത്ത് കൂടി ഞാൻ നടന്നോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഖുർആന് തഫ്സീർ എഴുതിയ ഒരു ആലിമ് പറഞ്ഞതാ. എന്താ അയാളെ മനസ്സ്? അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അയാളെ പരിഭാഷയൊക്കെ എപ്പോഴും കേരളത്തിലൊക്കെ കിട്ടും. CN അഹമ്മദ് മൗലവി. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ചില മുബ്തദീങ്ങളുടെ പേര് പറഞ്ഞ് ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വരും, അവരുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി അയാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വേറെയും കാര്യമുണ്ട്. അയാൾ പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടു, ഒരു രോമകൂപത്തിന് പോലും ഒന്നും സംഭവിക്കാതെ കരകയറിപ്പോന്നു എന്നല്ലേ ഖുർആൻ പറയുന്നത്? മനസ്സിലാകുന്നത്? അതെ. മുപ്പരിക്ക് മനസ്സിലായില്ല. അതിപ്പോ അങ്ങനെ ശരിയാവൊന്നുമില്ല. തീയിലിട്ട കരിയാത്ത സാധനം ഉണ്ടാവോ? ഞാൻ കത്തൂലേ, എന്നിട്ട് രോമത്തിന് കൂടി പറ്റില്ല എന്ന അത് ശരിയല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞേ, അപ്പൊ പിന്നെ അല്ലാഹ് ഖുൽനാ യാ നാറു കൂനി എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. അതെന്താ? യാ നാറു, ഓ രോഷാഗ്നി, ഓ രോഷാഗ്നി. മനസ്സിലായില്ലല്ലേ? എന്താ ഈ രോഷാഗ്നി എന്ന് പറഞ്ഞാ? കോപമാകുന്ന അഗ്നി. കോപമാകുന്ന അഗ്നി. ജനങ്ങളുടെ കോപത്തിൽ അദ്ദേഹത്തെ ഇട്ടുവിനെ ഉദ്ദേശമുള്ളൂ, തീയിലിട്ടിട്ടില്ല. മൂപ്പര് ഖുർആൻ പരിഭാഷ അങ്ങനെ. മൂപ്പർക്ക് സഹീഹ് ബുഖാരിയുടെ പരിഭാഷയുണ്ട്. അതിൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസുകളൊന്നും മൂപ്പർക്ക് ശരിയാകുന്നില്ല. അപ്പൊ മൂപ്പര് ഓരോന്നിനും വ്യാഖ്യാനം പറഞ്ഞിട്ട് ആ ഹദീസ് നുണയും, ഇത് ശരിയാവില്ല. ബുഖാരിയുടെ പരിഭാഷ മൂപ്പര് എഴുതാണ്. എന്തിനാ മൂപ്പര് ബുഖാരി എഴുതേണ്ടിയില്ല എന്ന് തോന്നുന്നു. ബുഖാരിയുടെ പരിഭാഷ വ്യാഖ്യാനം എഴുതിയിട്ട് ആമുഖം മുഴുവൻ വായിച്ചു നോക്കിയാൽ ബുഖാരിയിലുള്ള ഒരുപാട് ഹദീസ് കള്ളമാണെന്നാ മൂപ്പര് പറയുന്നത്. പിന്നെ എന്തിനാ മനുഷ്യനെ പരിഭാഷ എഴുതിയത്? നിങ്ങളൊന്ന് ആലോചിച്ചു. അത് വായിച്ചിട്ട് ഇന്ന് ചില ചങ്ങാതിമാര്, അന്ന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ധൈര്യമില്ലാതിരുന്നത്, അന്ന് വലിയ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്തത് ചില ആൾക്കാർ ഇപ്പൊ സ്റ്റേജുമ്മ കയറിയിട്ട് പറയാ, ഈ CNN അതൊക്കെ വായിച്ചിട്ട് ബുക്കാരി അത് മുഴുവൻ നമ്മൾ സ്വീകരിക്കൂല. അത് ബുക്കാരി നമ്മൾ സ്വീകരിക്കൂല. മര്യാദക്ക് ഉച്ചരിക്കാൻ പോലും അറിയാതെ ബുഖാരി ഇമാമിനെ കുറ്റം പറയാം. അത് നമ്മൾ സ്വീകരിക്കൂല. അത് നമ്മൾ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അത് നമ്മൾ അംഗീകരിക്കൂല. എന്താ അംഗീകരിക്കാത്തതോ? ഇവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലാന്ന്. മുസ്ലിം ലോകം കാലങ്ങളോളമായിട്ട് സർവിത സർവണം നടത്തി മഹാന്മാരായ മുഹദ്ദിസീങ്ങള്, ഹദീസിന്റെ വ്യാഖ്യാതാക്കള് തലപുകഞ്ഞാലോചിച്ച് പഠിച്ചുറപ്പ് വരുത്തിയിട്ട് വളരെ കൃത്യമായിട്ട് വിശദീകരണവും നൽകി മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ സംഭാവന ചെയ്തിട്ടുള്ള ബുഖാരി ചിലർക്ക് പറ്റൂല പോലും, ചില അംഗീകരിക്കാൻ കഴിയൂല പോലും. ഇവനും പറയണ ഞാനും യഥാർത്ഥ ആദർശക്കാരനാണെന്നാ. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ആദർശം എന്ന് ഒരാൾ അവകാശവാദം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർത്തോ, അവകാശവാദം കൊണ്ടൊന്നും ഞാനും മുജാഹിദാണ്, ഞാനും സലഫിയാണ്, ഞാനും മുസ്ലിമാണ്, ഞാനും മുത്തഖിയാണ് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ആരും പരലോകത്ത് രക്ഷപ്പെടൂല. ലൈസബി അമാനിയിക്കും വല അമാനി അഹ്ലുൽ കിതാബ്. നിങ്ങൾ ഈ അഹ്ലുൽ കിതാബുകാരെയും വ്യാമോഹം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടൂല. ആര് സൽക്കർമ്മം ചെയ്തോ അവന് തന്നെ സ്വർഗം കിട്ടുള്ളൂ. സൽക്കർമ്മം തീരുമാനിക്കേണ്ടത് അള്ളയാണ്, അള്ളാന്റെ റസൂലിലൂടെ. അതാ ഫൈമായത്തിയന്നക്കും മിന്നി ഹുദൻ, ഹുദ എന്നിൽ നിന്നാണ് കിട്ടിയാ പിന്നെ എന്താ വേണ്ടത്? ഫമൻ തബിയ, അതിനെ പൂർണ്ണമായിട്ടാണ് പിൻപറ്റണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്കൊന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. ഒരു ചങ്ങാതി പറയണ് ഹദീസിലുണ്ട്, 7 അജ്വാ കാരക്ക ഒരാള് 7 എണ്ണം രാവിലെ കഴിച്ചാൽ അന്നത്തെ ദിവസം അവന് വിഷമേൽക്കുകയില്ല. അതുപോലെ തന്നെ അവന് ആ രൂപത്തിലുള്ള സിഹിർ ബാധയൊന്നും അവന് ഏൽക്കുകയില്ല എന്നൊരു ഹദീസുണ്ട്. സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ഒരു ചങ്ങായി നമ്മളെ നാട്ടിൽ നിന്ന് പരസ്യമായിട്ട് പറയാ, എന്ത് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, വെല്ലുവിളിക്കുന്നു ഇത് അംഗീകരിക്കുന്നവരോട്. ഇത് ശരിയാന്ന് പറയുന്ന ഒരു കാര്യം തെളിയിച്ചു തരണം. എന്താ മൂപ്പര് പറയുന്നത്? ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കാം, നിങ്ങൾ അപ്പുറത്ത് നിൽക്കി, ഇന്നിപ്പോ രാത്രിയല്ലേ, നാളെ രാവിലെ ആയിക്കോട്ടെ, എന്ത് നിങ്ങളൊരു 7 കാരക്ക അങ്ങനെ തിന്നണം, വൈകുന്നേരം ഞങ്ങൾക്ക് പൊറുടാൻ കലക്കി തരുന്നു. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? 7 കാരക്ക രാവിലെ തിന്നോന് വിഷയേൽക്കൂലാന്ന് ഹദീസിലില്ലേ?
അത് സത്യസന്ധാനം നിങ്ങൾ തെളിയിച്ചു തരണം. അല്ലാതെ ബുഖാരിയുടെ വാറോലയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് ഒരുത്തം പ്രസംഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നോക്കിയാൽ അവിടെ ഇസ്ലാം വല്ലതും ബാക്കിയുണ്ടാവും? ഇങ്ങനെ ഇസ്ലാമിലൊരു കാര്യം പറഞ്ഞു ഒക്കെ അതിങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ തെളിവാണെന്ന് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് മനസ്സിലാക്കണ്ടേ? ഇസ്ലാമികമായിട്ട് നമ്മളോട് പറഞ്ഞു, ഒരാള് നിങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ, സഹിഹായ ഹദീസാണ്, നിങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ നിങ്ങൾ അവിടെ വെച്ച് പറയണം, അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ. അള്ളാഹുവിനോട് അവന്റെ അത്യുന്നതമായ കെലിമത്തുകൾ മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു, അള്ള പടച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന ദിക്ർ ഒരിടത്ത് ഇറങ്ങിയിട്ട് ഒരാൾ പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് യാത്രയാകുന്നത് വരെ അവന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നതല്ല. സഹിഹായ ഹദീസാണ്. ഇതിപ്പോ ഒരാൾക്ക് ഇച്ചങ്ങായി പറഞ്ഞതുപോലെ വെല്ലുവിളിച്ചൂടെ? ഒരു സ്ഥലത്ത് ഇറങ്ങടാ, അവിടെ ഇറക്കി ചൊല്ലടാ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ. ഞാനൊക്കൊന്നും ബാധിക്കൂല എന്നല്ല ഹദീസിലുണ്ട്. കൊടുത്തു കുത്തൊന്ന് കത്തിയോണ്ട് കൊണ്ടുവരുന്നതിന്റെ ഹദീസ് ഒന്ന് സ്ഥാപിക്ക്. ഇങ്ങനെ യുക്തിവാദം പറയാനൊരുങ്ങിയാൽ ആർക്കാണ് പ്രിയമുള്ളവരെ ഏതിനെയാണ് പരിഹസിക്കാതിരിക്കാൻ സാധിക്കാം? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഒരൽപ്പം പോലും പിന്നെ മനസ്സിൽ ഒരു വിഷമവും തോന്നാൻ പാടില്ല. പരിപൂർണമായി അതിനെ അങ്ങ് അംഗീകരിച്ചോളണം. ഇങ്ങനെ ഇസ്ലാമിന്റെ വിധികളെ, വിലക്കുകളെ, നിയമങ്ങളൊക്കെ പരിഹസിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈമാൻ ശരിക്ക് നിലനിൽക്കണോ? എന്ത് വേണം? അല്ലാഹ് അവന്റെ ദൂതനിലൂടെ പഠിപ്പിച്ച ഹുദ, അള്ളാഹു പഠിപ്പിച്ച ഹുദ മുഴുവനും അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും. ഇപ്പൊ ചില ആൾക്കാർ പരിഹസിക്കുക, നാളെ മഹ്ശറിലെത്തിയാൽ മീസാനോ തുലാസോ നമ്മുടെ കർമ്മങ്ങൾ തൂക്ക്, എന്തത് മത്തിയോ? നമ്മുടെ കർമ്മങ്ങൾ തൂക്കാൻ അവിടെ മീസാനു ഹക്കുന്ന് മുസ്ലിം പറയേണ്ടതാണ്. നമ്മൾ പറയുന്ന വിശ്വാസമാണ് അൽ മീസാനു ഹക്കുൻ. അവിടെ തുലാസിന്റെ ഒരു സത്യമാണ്. സിറാത്തുണ്ട്, നരകത്തിയിലേക്ക് മനുഷ്യരെ വീഴ്ത്തുന്ന കൊളുത്തുകളുള്ള, ഇരുഭാഗത്തും ചവണകളുള്ള, പിടിച്ച് നരകത്തിയിലേക്ക് തള്ളിയിടുന്ന ഒരു സിറാത്ത്, ഒരു പാലത്തിലൂടെ മുന്നോട്ട് പോകാനുണ്ട് എന്ന് ഹദീസിലുള്ളതാണ്. അപ്പൊ ചിലർ പറയാം, അതിന്റെ മീതങ്ങനെ ഇത്ര നേരിയൊരു പാലം ഇങ്ങനെ തീന്റെ മേലെ കെട്ടിയ പിന്നെ അതവിടെ കരിയൂലേ? ഇങ്ങനെയൊക്കെ യുക്തിവാദം പറയാൻ നിന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ദീനുണ്ടാവൂ? അതുകൊണ്ട് ഇന്നാ ത്വര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് ജാഗ്രതയോടെ ഇരുന്നോളണം. എന്താണ്? അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചത് മുഴുവനും സത്യമാണെന്നാണ് നമ്മൾ ഷഹാദ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ പറയുന്നത് വെറുതെ പറയാനുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്. അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കവയോട് മുഴുവനും വിനീത മനസ്ഥിതിയാണുള്ളത്. ഒന്നിനെയും ഞാൻ ചോദ്യം ചെയ്യൂല, ഒന്നിനെയും ഞാൻ പുച്ഛിക്കൂല, ഒന്നിനെയും ഞാൻ പരിഹസിക്കൂല. സർവം ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ് റബ്ബേ. ഇതാണ് ഷഹാദയുടെ പൊരുള്. ഇത് പറയാൻ മനസ്സുണ്ടാകണം. മനസ്സിലായില്ലേ? ഒരാളിപ്പോ താടി വടിച്ചാല് അയാൾക്ക് ആ വടിച്ചതിന്റെ ഹറാമിന്റെ ശിക്ഷ കിട്ടുള്ളൂ. താടി വടിച്ചു ഒരാൾ, അയാൾക്ക് ആ ഹറാമാണ്, താടി വടിക്കാൻ പാടില്ല, ഹറാമാണ്, അതിന്റെ ശിക്ഷ കിട്ടും. താടി നീട്ടിയ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് താടി വടിച്ച ഒരാൾ പറയണേ, എത്താടാ നിന്റെ കോലം, കണ്ടില്ലേ എന്താ പ്രാകൃതം, എത്ര പ്രായച്ചങ്ങായിനെ കണ്ടാ തോന്നിക്കണ, നിനക്കെന്താണ്? ഒരാൾക്ക് പ്രായം ഒരുപാട് തോന്നിച്ച നിനക്കെന്താ? എത്ര പ്രായാ തോന്നണ്, എന്താ ഈ കോലം? അതിനെ പരിഹസിക്കുക. പരിഹാസം വേറെ, ചെയ്യാതിരിക്കൽ വേറെ. ഒരാൾക്ക് താടിയില്ലെങ്കിൽ അത് അയാൾക്ക് അതിന്റെ ശിക്ഷ കിട്ടും. അതേ അവസരത്തിൽ വെക്കുന്നവന് പരിഹസിച്ചാലോ, എന്തൊരു പ്രാകൃതാണ് ഈ കുട്ടികൾ, ഇപ്പൊ ഈ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ അങ്ങനെ നീട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്ന നല്ല സൂക്ഷ്മതയുള്ള വിദ്യാർത്ഥികളെ പരിഹസിക്കുക. തുണി പാൻസ് നെരിയാണിക്ക് മീതെ കയറ്റി കൊടുത്താൽ അങ്ങനത്തെ കുട്ടികളെ പരിഹസിക്കുക. പരിഹാസം ചെന്നെത്തുക കുഫറിലേക്കാണ് പ്രിയമുള്ളവരെ. ശരിക്കും മനസ്സിലായിക്കോളി. ഒരു കാര്യം ചെയ്യാതിരിക്കലിന്റെ ഹുക്കുമ് വേറെ, ശരിക്കും മനസ്സിലായിക്കോ. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന്റെ ഹുക്കുമ് വേറെ, ചെയ്യാതിരിക്കുന്നതിന് പുറമെ ചെയ്യുന്നവനെ പരിഹസിക്കുന്നതിന്റെ ഹുക്കുമ് വേറെ. അത് അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കലാണ്, അത് കുഫറിലേക്കാണ്. മറ്റേത് ഹറാമാണ്, അത് അവന്റെ ഫാസിക്കാവുള്ളൂ. മറ്റേത് കാഫറായി പോകുന്ന സംഗതിയാണ്.
അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് ശരിക്കും പഠിക്കണം. നമ്മൾ ആരും ഞാൻ മുസ്ലിമാണ്, മുജാഹിദാണ്, സലഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. നമുക്ക് അല്ലാഹു യഥാർത്ഥത്തിൽ സന്മാർഗത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചോ നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേണം. അത് നമ്മുടെ വാക്കിലും നോക്കിലും നമ്മുടെ പെരുമാറ്റത്തിലും വേണം. പ്രിയമുള്ളവരെ, അവകാശവാദം കൊണ്ട് ആരും സ്വർഗത്തിൽ കിടക്കൂല. നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കണം. ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പറയാൻ എനിക്ക് സാധിക്കണം. അതിൽ അഭിമാനം കൊള്ളണം. അൽഹംദുലില്ലാ, തുമ്മിയാൽ അൽഹംദുലില്ലാ പോലും സ്വകാര്യമായി കൈപൊത്തിക്കൊണ്ട് പറയുന്ന സമൂഹമാ വളർന്നു വരുന്നത്. ആൾക്കൂട്ടത്തിൽ വെച്ച് തുമ്മിയാൽ പറയാതിരിക്കാനും വയ്യ. കുറച്ചൊരു ഈമാന്റെ ഒരു പൊട്ടുപൊളുക്ക എവിടെ ഉണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ പറയാനും വേണം. എന്നാൽ ആരും കേൾക്കരുത്. മാപ്പിളയിൽ തിരിഞ്ഞാലോ അങ്ങനെ പറയേണ്ടതല്ലത്. അൽഹംദുലില്ലാ അത് കേൾക്കപ്പെടേണ്ടതാണ്. കേൾക്കുന്നവൻ യർഹമുക്കല്ലാഹ്, തിരിച്ച് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. എന്താ അതൊക്കെ? ഇസ്ലാമിന്റെ ഇസ്സത്ത്. ഇസ്ലാമിന്റെ ഇസ്സത്ത് മുസ്ലിമായിട്ടാണ് ജീവിച്ചാൽ പോരെ. അങ്ങനെ പറയണമെന്നുണ്ടോ? പറയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ. എന്താ അടുത്തത്? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്. ചിലർക്കൊക്കെ രാഷ്ട്രീയ സ്റ്റേജിലെത്തിയാൽ മുസ്ലിമാണെന്ന് പറയാനൊരു മടി. മത സ്റ്റേജിൽ വന്നാലോ ഭയങ്കര മുസ്ലിമീങ്ങളാണ്. രാഷ്ട്രീയ സ്റ്റേജിലെത്തിയാൽ അവര് എന്തോ മറ്റുള്ളവർക്ക് തോന്നുമോ എന്നുള്ള നിലക്ക് ഇരട്ടത്താപ്പാണത്. പാടില്ല. മുസ്ലിം എല്ലായിടത്തും മുസ്ലിമിന്റെ ഇമേജ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് ഉണ്ടാവും മുഅ്മിനീങ്ങൾക്ക്. ആ ഇസ്സത്തിൽ ബോധം വേണം. ഞാൻ മുസ്ലിമാണെന്നതിൽ അഭിമാനം കൊള്ളണം. ഭാരതം എന്ന പേര് കേൾക്കുമ്പോഴല്ല, കേരളം എന്ന പേര് കേൾക്കുമ്പോഴും അല്ല. ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ, ഹദീസ്, അതെ അതാണ് എന്റെ ജീവൻ. അത് ഞാൻ എവിടെയും എനിക്ക് പറയാം. എനിക്കത് ഇസ്സത്തേയുള്ളൂ എന്ന ബോധം, ആ ബോധത്തോടെ ജീവിക്കലാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന നമ്മുടെ ആദർശം. അല്ലാതെ വെറും ആദർശവാദികളായിട്ട് ഞാൻ അതിന്റെ ആളാണ്, ഞാൻ അതിന്റെ പ്രസിഡന്റാണ്, ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്, ഞാൻ അതിന്റെ ഖജാൻജിയാണ്, ഞാൻ അതിന്റെ മെമ്പറാണ്, ഒരുപാട് കാലത്തെ പഴക്കന്റെ വാപ്പപ്പാപ്പന്മാരായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവകാശവാദങ്ങൾ നമ്മെ രക്ഷപ്പെടുത്തുകയില്ല, അമല് കൊണ്ടേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ശരിയായ നമ്മുടെ ആദർശത്തെ കറകളഞ്ഞ അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട്, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. ഈ ഔട്ട്ലൈനിന്റെ അകത്ത് നിന്നുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശരിയായ പ്രമാണങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവരവരുടെ ജീവിതത്തിൽ പകർത്തി സ്വർഗം നേടാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന മഹാന്മാരിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.